ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്ത് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്ലസ് വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്, ഇങ്ങനത്തെ കുറേ ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. നമുക്ക് 1 by 1 ഓരോ ഓപ്പറേറ്ററായിട്ട് നോക്കാം. ഓക്കെ, ഞാനിവിടെ ആദ്യം തന്നെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, എ എന്ന് പറഞ്ഞിട്ട്. ഞാൻ 10 വാല്യൂ കൊടുത്തു. അതിന് ഒരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, ബി എന്ന് പറഞ്ഞിട്ട്. ഞാനിതിൽ 5 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഓപ്പറേറ്റേഴ്സും ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ console.log ചെയ്യുന്നു, നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എ പ്ലസ് ബി. ഓക്കെ, ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എയിലുള്ളത് 10 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് എയിലുള്ളത്. ബിയിൽ നമുക്കുള്ളത് 5 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ 10 + 5 നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 15 പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് മൈനസ് ഒന്ന് കൊടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ മൈനസിനുള്ള ഓപ്പറേറ്റർ. നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. എയിൽ 10, ബിയിൽ 5, രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 5 കിട്ടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററാണ്. ഓക്കെ, ഞാനിവിടെ ഇതൊന്ന് റൺ ചെയ്യുന്നു. നമുക്ക് കാണാൻ പറ്റും 10 × 5 50 നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിന് നമ്മൾ സ്ലാഷ് ആണ് യൂസ് ചെയ്യുക, A/B. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ 2, കാരണം 10ൽ 5 2 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് 2 കിട്ടുക. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളതാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഇത് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, എന്താ സംഭവം എന്ന്. നമ്മളിത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെന്താ ചെയ്യുന്നത്? 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ? 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിവിടെ 0 കിട്ടുന്നത്. ഇനി ഞാൻ ഈ 5ന് പകരം 4 കൊടുത്തു എന്ന് വെച്ചോ. 4 10ൽ 2 പ്രാവശ്യം പോകും. ഓക്കെ, അപ്പോൾ 8. ബാക്കിയുള്ള എന്താ? 2 റിമൈൻഡറാണ്. നമ്മളിതൊന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സാക്ട്ലി 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡുലസ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഓപ്പറേറ്ററാണ് എക്സ്പോണൻറ്റ്. എക്സ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 10⁴, 5 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നില്ലേ, അതാണ് നമ്മുടെ എക്സ്പോണൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10,000 പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ 4ന് പകരം ഇവിടെ 2 കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ A/B, അതായത് എ എന്ന് പറയുമ്പോൾ 10, 10⁻², അതായത് 10 സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 100 കിട്ടുക. 100 നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണിത്. ഓക്കെ, ഞാനിവിടെ ഇത് റിമൂവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് A10 ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലെ വാല്യൂ ഞാൻ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ A++ കൊടുക്കുന്നു. അപ്പോൾ ഈ A++ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ 10 തന്നെയാണ്. അപ്പോൾ ഈ ++ എവിടെ പോയി? നമുക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എനെ ആദ്യം യൂസ് ചെയ്യും. അപ്പോൾ എനെ യൂസ് ചെയ്യുന്ന പറയുന്നത് എന്താ? ഇവിടെ നമ്മൾ console.log ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ എൻ്റെ വാല്യൂവിനോട് 1 കൂട്ടും. അതായത് ഇപ്പോൾ 10 ഇവിടെ ഉള്ളത്, 10നോട് 1 കൂട്ടുകയാണ് ചെയ്യുക. ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ താഴെ ഒന്നും കൂടി നമ്മൾ console.log എഴുതുക. എന്നിട്ട് ഇവിടെ നമ്മൾ ++ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് എ മാത്രം കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒന്നാമത്തത് എന്താ വരുന്നത്? 10 തന്നെയാണ് വരുന്നത്. ഓക്കെ, ++ കൊടുത്തതിൻ്റെ വാല്യൂ നമുക്ക് 10 വരുന്നുണ്ട്. താഴത്തെ എ എന്ന് പറയുന്നത് എന്താ? 11 വരുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ ഈ എ ഇവിടെ യൂസ് ചെയ്തു, ഈ പ്രിൻറ്റിങ്ങിൽ യൂസ് ചെയ്തു. അതിനുശേഷം അതിനെ നമ്മളൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ വാല്യൂ എന്തായി? എൻ്റെ വാല്യൂ നമ്മളൊന്ന് ഇൻക്രിമെൻ്റ് ആയിട്ട് 11 അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ പിടിച്ച് മുന്നിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കും നോക്കാമല്ലോ. നമ്മൾ ഈ പ്ലസിനെ മുന്നിലേക്ക് ഇട്ടു. ഇനി നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ 2ഉം 11 കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എനെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ A10, അതിന് നമ്മൾ 11 എന്നിട്ട് അതിനെ ഇതിലേക്ക് യൂസ് ചെയ്തു. അതായത് ഇവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്രിൻറ്റ് ചെയ്തു. താഴെ നമ്മൾ സെയിം തന്നെയാണ് പ്രിൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും താഴെ നമുക്ക് എന്തായാലും എ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് കിട്ടും. അപ്പം മേലെ എന്താണ് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മളെ ഡൗട്ട്. ഓക്കെ, അപ്പോൾ റീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ആ വാല്യൂവിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ യൂസ് ചെയ്യും. പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ആ വാല്യൂവിനെ യൂസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വലിയ ടാസ്ക് ഒന്നുമില്ല. നമ്മളിതിനെ മൈനസ് ആക്കി കഴിഞ്ഞാലും സെയിം ബിഹേവിയർ തന്നെയാണ്. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? രണ്ടും നമുക്ക് സെയിം വാല്യൂ കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ ഡിക്രിമെൻറ്റ് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാലോ.
അപ്പോൾ ഇതും നമുക്ക് നേരത്തെ പോലത്തെയാണ്, പ്ലസിൻ്റെ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ ആദ്യം ഈ എനെ പ്രിൻ്റ് ചെയ്തു, അതിനുശേഷം അതിനെ മൈനസ് ചെയ്തു 1 വെച്ചിട്ട്, അതിനുശേഷം നമുക്ക് കിട്ടുന്ന എയിൽ ആ മൈനസ് ചെയ്ത വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ നോക്കാനുള്ളത്. ഇതിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റിൻ്റെ കേസാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ലൂപ്പിലും കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എന്തായാലും ഒന്ന് ക്ലിയർ ആക്കുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ അത്ര സീനുള്ള വേറെ ഒന്നുമില്ല. പിന്നെ മോഡുലസും കാര്യങ്ങളൊക്കെ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. ബേസിക്കലി അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വളരെ സിമ്പിളാണ്, കാരണം നമ്മൾ ഓൾറെഡി മാത്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ കുറച്ച് മാറ്റം ഉണ്ടെന്നാണ്, വേറെ സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഓപ്പറേറ്ററുമായിട്ട് കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ബൈ.